ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റനേകരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ തലമുറയിലെ ഒരു പ്രവചന ശബ്ദമായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എൻ്റെ ജീവിതാനുഭവങ്ങളും ആനുകാലിക സംഭവങ്ങളും എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഈ ശുശ്രൂഷ ചെറിയ രീതിയിൽ ചെയ്യുന്നത്. അത് കർത്താവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓരോ ദിവസവും ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന വചനം അത് ദൈവത്തിൽ ആശ്രയിച്ച് അത് എൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട് അത് സംസാരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുക. ഞാൻ ഓരോ സബ്സ്ക്രൈബറെയും ഓരോ വ്യൂവേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ തലമുറയിൽ വളരെ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ദൈവമക്കളെന്ന് പറയുന്നവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവവചനത്തിലേക്ക് തിരിച്ചു വരുവാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, ദൈവകൃപയിൽ ശരണപ്പെടുവാൻ, അതുപോലെ തന്നെ ആനുകാലിക സംഭവങ്ങൾ കണ്ട് നാം നിരാശപ്പെട്ടു പോകാതെ, ദൈവവചനത്തിലൊരു മാറ്റവും ഇന്നും സംഭവിച്ചിട്ടില്ല, അതെന്നും പുത്തനായിട്ടിരിക്കുന്നു. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ ദൈവത്തിൻ്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചുകളെയും വേറൊടിക്കും വരെ തുളച്ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് ഇന്നും അതിൻ്റെ ശക്തിയോടെ കൂടെ തന്നെ നിലകൊള്ളുന്നു. അതിനല്പം പോലും ഒരു ശക്തിക്കുറവ് സംഭവിച്ചിട്ടില്ല. എല്ലാ കാലത്തുമുള്ള എല്ലാ തലമുറകളിലുള്ള ആളുകൾ പലരും പരിഹാസികളായിട്ട് നടന്നു വന്നുകൊണ്ട് ദൈവവചനത്തെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർ എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് തിരുവെഴുത്ത് തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരുഭൂമിയിൽ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ വചനം, മരങ്ങളുടെ തോലുരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിന്നും അതിൻ്റെ ശക്തിയോടെ നിലകൊള്ളുന്നു. ഈ ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ എളിയ സഹോദരനായ എനിക്ക് ഈ വചനത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 11:3. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. അനേക കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിൻ്റെ ഒരു ഭക്തനായിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിച്ച ഒരു ദേവദാസനായിരുന്നു ദാവീദ്. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ദാവീദ് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ പലതും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനും തെറ്റുതിരുത്തലിനും പല നിലയിലും നമുക്ക് അത് പഠിക്കുവാനായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ദാവീദ് പറയുകയാണ്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? അതിൻ്റെ 2-ാം വാക്യത്തിൽ ദാവീദ് പറയാണ്, 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു. ഒരു ദൈവദാസൻ്റെ, ഒരു ദൈവഭക്തൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അവൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷേ അടിസ്ഥാനങ്ങൾ മറന്നു കിടക്കുക, അടിത്തറ ഇളകിയിരിക്കുക. അപ്പോൾ ചുറ്റുപാടുമുള്ള ആളുകൾ വന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ, ഇവരൊക്കെ നമ്മളോട് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ടാവും. നാം ദൈവ പൈതൽ, ദൈവദാസൻ, ദൈവദാസി, ദൈവമകൾ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അടിത്തറ തകർന്നു പോകുന്ന, നമ്മൾക്ക് എത്ര നോക്കിയാലും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലയിൽ അടിത്തറ തകർന്നു കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് വരുന്ന ചില ആശ്വാസകന്മാരുണ്ടായിരിക്കും. അവരൊന്നും ഈ ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വരുന്നവരായിരിക്കില്ല. അവർ നമ്മളോട് പറയും, ഇപ്പോൾ ദാവീദിനോട് പറഞ്ഞ കാര്യം, ദാവീദ് ഒരുപക്ഷെ ശൗല് ദാവീദിനെ പിന്തുടർന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ചില ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഏത് സാഹചര്യം തന്നെയാണെങ്കിലും അതൊരു കഷ്ടതയുടെ ഒരു സാഹചര്യമാണ്. അടിസ്ഥാനങ്ങൾ മറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്, അടിത്തറ ഇളകി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തെ ശരണമാക്കിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്നോട് പക്ഷികളെപ്പോലെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറന്നു പോകും? എന്നിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ട് ചെയ്യേണ്ടതിന് വില്ല് കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു. നാം തകർന്നിരിക്കുന്ന സമയത്ത്, തകർന്നിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും പിശാച് ഞാണിന്മേൽ വില്ല് കുലച്ചിരിക്കുകയാണ്. അവൻ മനുഷ്യനിലൂടെ നമ്മളെ എയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അവൻ വാക്കുകളിലൂടെ നമ്മളെ നിരാശപ്പെടുത്തുവാൻ, ദൈവം നമ്മളെ ഒരു പ്രോസസ്സിങ്ങിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മളെ ദിശ തിരിച്ചു വിടുവാനായിട്ട് അതൊരു പക്ഷേ നമ്മുടെ മക്കളിലൂടെയാകാം, ഭാര്യയിലൂടെയാകാം, സഹോദരന്മാരിലൂടെയാകാം, നാട്ടുകാരിലൂടെയാകാം, സഭകളിലൂടെയാകാം, ഏത് രീതിയിലും നമ്മുടെ ദിശയെ തിരിച്ചു വിടുവാൻ തക്കൊണ്ട് പിശാച് നമ്മളെ എയ്തുകൊണ്ടിരിക്കും.
ഇവിടെ ദാവീദ് പറയാണ്, ഇരുട്ടത്ത് എന്നെ എയ്യേണ്ടതിന്, അതെങ്ങനെയുള്ളവർ, ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് വില്ല് കുളിച്ച അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്നു. അപ്പോൾ ഹൃദയപരമാർത്ഥികളായ ചില ദൈവദാസന്മാരുടെ, ദൈവഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം കഷ്ടങ്ങളും ഞെരുക്കങ്ങളും വരുമ്പോൾ ഇങ്ങനെയുള്ള ചില ദുഷ്ടന്മാർ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുള്ള ചില ആളുകളുണ്ട്. അവർ വന്നിട്ട് ഇതുപോലെ വില്ല് കുലിക്കും, അവരെ എയ്യുവാനായിട്ട്. പിശാചാണ് അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഒരു കടഭാരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗം വന്ന കാരണത്തിന് സാഹചര്യത്തിലായിരിക്കാം. ഏത് കഷ്ടകാലമാകട്ടെ, ആ കഷ്ടകാലത്തിൽ പിശാച് ഇങ്ങനെ മനുഷ്യൻ്റെ എടുത്ത് ആലോചന പറഞ്ഞു കൊടുത്ത് കൂടുതൽ നിരാശയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവകൃപയിൽ, ഞാനെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയമുണ്ട്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാകുന്നു. എന്നാൽ വചനം പറയുമ്പോൾ ചില സമയത്ത് അങ്ങനെ പറയേണ്ടി വരുമല്ലോ. എൻ്റെ കഷ്ടതയിൽ ഞാൻ ഇതുപോലെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി ദൈവമക്കളായിരിക്കുന്നവർ തന്നെ വന്നിട്ട് നമുക്ക് ഉപദേശം തരും. ഇനിയിപ്പോൾ ഒരു ചാൻസ് ഇല്ല, ഇനി ഒരു സാധ്യതയില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി പോയില്ല, ഇനി എന്ത് ചെയ്യാനാണ്? അപ്പോൾ നമുക്ക് കൂടുതൽ നിരാശ കൊണ്ടുതരുന്ന രീതിയിൽ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തന്നെയല്ല, നാം കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും ഒരു പാവം ചെയ്ത് ഏറ്റു പറഞ്ഞ് ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിശാച് എന്ത് ചെയ്യുന്നറിയാവോ? ആ അസ്ഥി കൂടം പൊക്കി പിടിച്ചുകൊണ്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ആ ഒരു പാപം നിമിത്തമാണ് ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നത്. ഇങ്ങനെ നമ്മുടെ എല്ലാ നിലയിലും എയ്ത് കളയുവാൻ അവൻ ഇരുട്ടത്ത് അവൻ വില്ല് കുലച്ച് നിൽക്കുകയാണ്. എപ്പോഴാണ് നമ്മൾക്കൊരു ഇരുട്ട് വരുന്നത്, നമുക്കൊരു വെളിച്ചമില്ലാതിരിക്കുന്നത്, നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുന്നത്, നമ്മുടെ അടിത്തറ ഇളകുന്ന ഒരു സന്ദർഭം അവിടെയാണ് പിശാച് വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അവൻ നമ്മളോട് തന്നെ സംസാരിച്ച് അറ്റാക്ക് ചെയ്യും. മറ്റുള്ള സഹോദരങ്ങളിലൂടെ, മനുഷ്യരിലൂടെ നമ്മളോട് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം ഓരോ മനുഷ്യനും, ഓരോ ദൈവമക്കൾക്കും കൊടുക്കുന്ന ഓരോ കഷ്ടത എന്ന് പറയുന്നത് അതൊരു പരിശീലന കളരിയാണ്. തൻ്റെ മക്കൾ ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. അതിനകത്ത് യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആരെ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിൻ്റെ മേൽ ചാരിക്കൊള്ളട്ടെ. നമുക്ക് കഷ്ടത വരുമ്പോഴും, ഞെരുക്കം വരുമ്പോഴും, ബുദ്ധിമുട്ട് വരുമ്പോഴും നമുക്ക് ചാരുവാനായിട്ട് കർത്താവ് മാത്രമേ ഉള്ളൂ. മനുഷ്യനെല്ലാം വാക്ക് മാറുന്നവരാണ്. അവരിലൊന്നും നമ്മൾ ആശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവർ നമ്മളെ ഇരുട്ട് തെയ്യുന്നവരാണ്. നമുക്ക് പ്രകാശമില്ല. നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. നമ്മൾ എത്ര കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചാൽ എല്ലാം തകർന്നടിച്ച് പോവുകയാണ്. എല്ലാം തരിപ്പണമായി തീർന്നിരിക്കുകയാണ്. അടിത്തറ ഇളകിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദൈവവചനം പറയുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനാണോ, ദൈവത്തിൻ്റെ ദാസയാണോ? നീ എന്ത് ചെയ്യണം? നിനക്ക് പ്രകാശമില്ലെങ്കിലും നീ അന്ധകാരത്തിലാണ് നടക്കുന്നതെങ്കിലും ഒന്നും കാണാൻ ഒരു വെളിച്ചം കാണുന്നില്ല. ഒരു സമുദ്രത്തിൽ ഇരുട്ടിൽ അകപ്പെട്ട ഒരു തോണി പോലെ ഒരു വെളിച്ചത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് വെളിച്ചം കാണുന്നില്ല, ഒരു കര കാണുന്നില്ല. അപ്പോൾ അതുപോലെ ഒരു കഷ്ടതയിലൂടെ കടന്നു പോവുകയാണെങ്കിലും ദൈവവചനം പറയുകയാണ്, നീ വെളിച്ചമില്ലാതെ, പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. നമ്മൾ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളുക. അവൻ നമ്മുടെ ആശ്രയമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്. നമുക്ക് വേറെ എങ്ങും ചാരുവാനായിട്ടില്ല. അവൻ നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ്. ഇവിടെ ദാവീദ് പറയാണ്, ഞാൻ ദൈവത്തെയാണ് ശരണമാക്കിയിരിക്കുന്നത്. നിങ്ങളെന്നോട് പറയുന്നത് പക്ഷികളെ പോലെ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുവാനായിട്ട്. ഞാനങ്ങനെ ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്നത് പണ്ടത്തെ ആടുതീറ്റയ്ക്ക് പൊക്കോളാനായിട്ടായിരിക്കും പറയുന്നത്. ഇവൻ അഭിഷേകം ലഭിച്ച ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. അപ്പോൾ ഇനി അവന് രാജാവാകാനായിട്ട് സാധ്യതയൊന്നുമില്ല. ഒരുപക്ഷെ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്നുള്ള ഒരു പാട്ട് മൂലം ശൗൽ പിന്തുടർന്ന് വരുന്ന ഒരു സാഹചര്യമായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അവൻ ഇപ്പോൾ വളരെ ഉറച്ചു നിന്ന് പറയുകയാണ്, ഞാൻ പക്ഷികളെ പോലെ പർവ്വതത്തിലേക്കൊന്നും പറന്നു പോകാനായിട്ട് പോകുന്നില്ല. ഞാൻ ദൈവത്തെയാണ് ശരണമാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നോട് പറന്നു പോകാനായിട്ട് പറഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകാനാണ്? തിരുവെഴുത്ത് നമ്മളോട് എന്താണ് പറയുന്നത്? പല ദൈവദാസന്മാരുടെ അനുഭവങ്ങളും നമുക്ക് തിരുവെഴുത്തിലൂടെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഒരിക്കലും തൻ്റെ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ, തൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ട അവസ്ഥയിൽ തൻ്റെ ഭാര്യയായിരുന്ന ഇയ്യോബിൻ്റെ ഭാര്യ വന്നിട്ട് ഇയ്യോബിനോട് പറഞ്ഞു, നീ ഇനിയും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക? ഇത്രയൊക്കെ കിട്ടിയിട്ട് നിനക്ക് പോരെ? ഇനി നിന്റെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പ്രാണനെ വിടുക. നീ പോയി ചാവ്, നീ പോയി ആത്മഹത്യ ചെയ്യുക എന്ന് സ്വന്തം ഭാര്യയിലൂടെ പറഞ്ഞു കൊടുക്കുന്ന പിശാചിനെ നമുക്ക് കാണുന്നുണ്ട്. പിശാച് ഇങ്ങനെ മനുഷ്യനെ എല്ലാ നിലയിലും എന്താ പറയുന്നത്, ദൈവമക്കളെ ഉപദ്രവിക്കുവാനായിട്ട് ഇരുട്ടത്ത് അവൻ നമ്മുടെ കഷ്ടതയിൽ, ഇരുട്ടെന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു കഷ്ടതയാണ്, ആ ഒരു ഞെരുക്കമാണ്, പ്രകാശമില്ലാത്തൊരവസ്ഥ. ആ സമയത്താണ് അവൻ അസ്ത്രം ചെയ്യുന്നത്.
എന്നാൽ ഇയ്യോബ് അതിനെ അതിജീവിച്ച് നമുക്കറിയാനായിട്ട് സാധിക്കും. എൻ്റെ ദൈവം അതെല്ലാം കാണുന്നുണ്ട്, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും, ഞാൻ ഇപ്പോൾ ഇരുട്ടിലാണ്, എന്നാൽ എന്നെ അവൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഇയ്യോബ് ആ സമയത്ത് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാവും. നിങ്ങൾ ഇനിയും ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക, ഈ മാതിരി കഷ്ടവും കഷ്ടപ്പാടും എല്ലാം വന്നിട്ട് ഇനിയും ദൈവപ്പം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് നൂലെ കെട്ടി ഇറക്കിയും കൂടി തരും, നിങ്ങൾ നോക്കിയിരുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ അപ്പോഴും നാം ദൈവത്തിൽ തന്നെ ചാരിക്കൊള്ളുവാൻ ദൈവവചനം നമ്മളോട് പറയുന്നു. യെരൂശലേം ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പ്രവാസികൾ വന്നു. ആദ്യഘട്ടം സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്നു, രണ്ടാം ഘട്ടം എസ്രായുടെ നേതൃത്വത്തിൽ വന്നു. പിന്നീട് അവിടെ പണിയൊന്നും നടക്കാതെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് ഈ കാര്യങ്ങളെക്കുറിച്ച് കേട്ട് നെഹമ്യാവ് അവിടെ യെരൂശലേം ദേവാലയത്തിൻ്റെ പണിക്കായിട്ട് വരുന്നു. അങ്ങനെ നെഹമ്യാവ് മുൻകൈ എടുത്ത് ആ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ശത്രുക്കൾ കൂട്ടം കൂടിയിട്ട് ഒരു കാര്യം നെഹമ്യാവിൻ്റെ അടുത്ത് അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നെഹമ്യാവ് 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹൂദയിൽ ഒരു രാജാവുണ്ടെന്ന് നിന്നെക്കുറിച്ച് യെരൂശലേമിൽ പ്രസംഗിക്കുവാൻ നീ പ്രവാചകന്മാരെ നിയമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാതികളിടയിൽ ഒരു കേൾവിയുണ്ട്. ശസ്മുവും ഇങ്ങനെ പറയുന്നു, രാജാവും ഇപ്പോൾ ഈ കേൾവി കേൾക്കും, ആകയാൽ വരിക, നാം തമ്മിൽ ആലോചന ചെയ്യുക. അപ്പോൾ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് പിന്മാറ്റി കളയുവാൻ തക്കവണ്ണം തൻ്റെ ശത്രുക്കൾ ഒരു ആലോചന കൊണ്ടുവരികയാണ്. നിന്നെക്കുറിച്ച് ഒരു കേൾവിയുണ്ട്, നീ ഇപ്പോൾ രാജാവാകാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ചില സഭകളിൽ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ഉടനെ ആ സഭയിലെ മൂപ്പന്മാരും വേറെ ചെന്നിട്ട് മൂപ്പന്മാരുടെ ആലോചന പറഞ്ഞു, ഇവനിപ്പോൾ ഇവിടെ കയറി കളിക്കാൻ പോകുന്നത്, ഇവനിവിടെ എന്തോ വലിയ പാസ്റ്ററാകാൻ പോവുകയാണ്, എന്തോ മൂപ്പനാകാൻ പോവുകയാണ്. ദൈവകൃപയിൽ നിന്ന് നമ്മളെ പിന്തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇങ്ങനെ മനുഷ്യനിലൂടെ പിശാച് പലതരത്തിലുള്ള തീയമ്പുകൾ എഴുതുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കഷ്ടകാലത്ത് വളരെ വളരെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വചനമൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആ സാഹചര്യങ്ങളിൽ ആ സമയത്ത് ഒരു സുവിശേഷകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ സഭയിലേക്ക് പോകുന്നില്ല, പല പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ആ സുവിശേഷകനെ വഴിക്ക് വെച്ച് കണ്ടിട്ട് ഞാൻ കൂട്ടായ്മ കൊടുത്ത് അദ്ദേഹം വാങ്ങും, അതിനൊന്നും അദ്ദേഹത്തിന് മടിയില്ല. അദ്ദേഹത്തിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രദർ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വചനം ഇങ്ങനെ വരികയാണ്, അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും, അടിസ്ഥാനങ്ങൾ മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും, ഇങ്ങനൊരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബ്രദറെ അതിൻ്റെ പൊരുൾ, എന്താണ് അതിൻ്റെ ദൈവം എന്താണ് അർത്ഥമാക്കുന്നത്? അന്ന് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകാനുള്ള കൃപ അതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ള ദൈവദാസന്മാരെ ഡിപ്പെൻഡ് ചെയ്യുക നിവൃത്തിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ കഷ്ടതയിൽ ഇങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്ത് ചെയ്യാനാണ്, ഇനി ഒരു ചാൻസ് ഇല്ല, എല്ലാം പോയി, എല്ലാം അവസാനിച്ചു. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക എന്നുള്ളത് ആ 11-ാം സങ്കീർത്തനത്തിൻ്റെ അടിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് എനിക്കത് തുറന്നു നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മർമ്മം മനസ്സിലാക്കാനോ കഴിവില്ല. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, നീ അവനിൽ ചാരെ, കർത്താവ് അവിടെയുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, നീ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വിളിക്കുക, നീ മുകളിലേക്ക് നോക്കി വിളിക്കുക, അവൻ നിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരും. എന്നാൽ നാം ചില ദേവദാസന്മാരെ പോലും സമീപിച്ചാൽ അവർ നമുക്ക് തരുന്നത് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കും. എന്നാൽ നമ്മുടെ ഇതെല്ലാം മാറും, ഈ അവസ്ഥ എല്ലാം മാറും. നമ്മൾ എത്ര ഘട്ടത്തിലൂടെ പോയാലും ലോകത്തിലൂടെ കടന്നു പോയാലും ദൈവം ഇതെല്ലാം മാറും. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, നിന്റെ യൗവന കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം യഹോവ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നമ്മുടെ ഈ അവസ്ഥ മാറും. ഞാനും ഇതുപോലെ എൻ്റെ കഷ്ടകാലം എല്ലാം മാറി ഞാനൊരു ജോലിയിലെല്ലാം പ്രവേശിച്ച് ഒരു കമ്പനിയിൽ സെയിൽസ് വർക്കിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റ് ആയി. ബൈക്ക് ഞാൻ തൃശ്ശൂർ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി എന്ത് ചെയ്യണം, ഇന്നിപ്പോൾ ജോലിക്ക് പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അന്ന് ഞാൻ ഈ വഴിയിൽ വെച്ച് ചോദിച്ചാൽ ദേവദാസൻ്റെ സഭയിൽ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ സുവിശേഷകനാണ്, അവിടെ വേറെ മൂപ്പന്മാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അലഞ്ഞ് നടക്കണ്ട, നേരെ പോയി അവിടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ സഭയിലേക്ക് ചെല്ലുന്ന സമയത്തെല്ലാം ബസ്സിലിരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ശക്തമായിട്ട് കുറേ വചനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതിശക്തമായിട്ട് ആ വചനങ്ങൾ, എന്തിനായിരിക്കും ദൈവമേ ഈ വചനം ഇപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെല്ലുകയാണ്. അങ്ങനെ ഞാൻ അവിടെ മീറ്റിംഗ് എല്ലാം തുടങ്ങിയിരുന്നു. ഞാനങ്ങനെ അവിടെ ചെന്നിരുന്നു. ആ സഭയിൽ ഒരു മൂപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ, നിങ്ങൾ ഇന്ന് ദൈവവചനം സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ബൈബിൾ പോലും കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ജോലിക്ക് പോയതാണ്. വഴിയിൽ വെച്ച് ബൈക്ക് കേടായപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തു തന്ന സമയം കളയത്തില്ല, ഇവിടെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല എന്ന് ഓർത്ത് പറഞ്ഞു. ഇല്ല, ഇന്ന് നിങ്ങൾ വചനം സംസാരിക്കണമെന്ന് പറഞ്ഞു. ബൈബിൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ കയ്യിൽ ബൈബിൾ എടുത്തു. ഞാൻ ബൈബിൾ എടുത്ത് വെച്ചു. ഞാൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അത് ദൈവം എനിക്ക് ആ ബസ്സിൽ വെച്ച് തന്ന ദൂത് അതിശക്തമായിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് ഈ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇനി ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ ഈ ദൈവ മനുഷ്യനായിരുന്ന ആള്
അദ്ദേഹം സഭ പണിയാനാണെന്നും പറഞ്ഞ് വിദേശത്ത് പോയി പണമെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം സ്വന്തം നിലയ്ക്ക് ഭൂമി വാങ്ങിച്ച് പുള്ളി കയ്യിൽ വെച്ചിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനമാണ് ദൈവം എനിക്ക് തന്നിരുന്നത്. ഞാനിത് ശക്തിയോടെ ഞാനത് തരുമ്പോൾ എനിക്കത് അറിയില്ല, എന്തിനാണ് ദൈവം ഇത് തരുന്നതെന്ന് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ അതിശക്തമായിട്ട് ആ ദൂതം അവിടെ പറയാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. പക്ഷെ ഞാൻ ആ വചനം എടുത്ത് വായിക്കുന്ന സമയത്ത് ഈ സുവിശേഷകനാണ് ആ വാക്യം എടുത്തത്. അദ്ദേഹം അത് തെറ്റിച്ച് വായിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ലത്, ആ വാക്യം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് കൃത്യതയോടെ അത് വായിച്ചു കൊടുക്കാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. നമ്മളെ ഇരുട്ട് തെയ്യുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മളെ ഉയർത്തുകയും നമ്മളെ മാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. അപ്പോൾ നമ്മുടെ സ്ഥിതികൾ മാറ്റുവാൻ തക്കോണം, നമ്മുടെ കഷ്ടത മാറ്റുവാൻ തക്കോണം, നമ്മുടെ ഇരുട്ട് നീക്കുവാൻ തക്കോണം, നമ്മുടെ അടിത്തറ എത്ര തകർന്നു പോയാലും അതിൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ തക്കോണം ദൈവത്തിന് സാധിക്കും. ഈ 14-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവ നീതിമാൻ, അവൻ നീതി ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവൻ്റെ മുഖം കാണും. നാം ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ തീർച്ചയായിട്ടും അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ഭയപ്പെടേണ്ട. നമ്മുടെ സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കഷ്ടത മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ഞെരുക്കം മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ രോഗങ്ങളെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാം. ഹബക്കൂക്കിൻ്റെ ഒരു വചനം കൂടി വായിക്കാം. ഹബക്കൂക്ക് 3:17-18. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നാലി ഉണ്ടായിരിക്കില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അതെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് ആനന്ദിക്കുവാനുള്ളത് ദൈവത്തിലാണ്. നമ്മുടെ കഷ്ടതയിൽ ആരും എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, നമ്മൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇപ്പോൾ നമുക്ക് ഇരുട്ടായിട്ട് തോന്നുമെങ്കിലും, എല്ലാം തകർന്നു പോയി എന്ന് തോന്നുമെങ്കിലും, അവനിൽ തന്നെ ചാരിക്കൊള്ളുക, അവനിൽ തന്നെ മുറുകെ പിടിച്ചുകൊള്ളുക. അവൻ നമ്മുടെ സ്ഥിതിയെ മാറ്റും. കർത്താവ് തൻ്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇന്ന് ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടിയാണ് ഇതെല്ലാം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിനും ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു ഉയർച്ചയ്ക്കും അതൊരു മുഖാന്തരമായി തീരട്ടെ. പിശാച് ചെയ്യുന്ന അസ്ത്രങ്ങളെ അതിനെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ജയമെടുക്കുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി നമുക്ക് ഇടയായി തീരട്ടെ. അവൻ്റെ വലിയ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.